ഹായ്, ഗുഡ് മോർണിംഗ്. ഒപ്ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവലിങ്ങിലാണ്. എന്നും സൈറ്റിൽ നിന്നാണ് വീഡിയോ എടുക്കല്. ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ ട്രാവലിങ്ങിലും തുടങ്ങാമെന്ന് കരുതിയില്ലേ? അതെ അതെ, ചെറിയൊരു മഴ ഉണ്ട്. ഇന്നത്തെ നല്ല വെയിലായിരുന്നു. ഇന്ന് അന്നേരം പെരുമയിൽ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഈ പുതുക്കാട് സൈറ്റിൽ പൈപ്പ് കട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് ഉത്രാടം ഫസ്റ്റ് ഓണാണ്. ഇന്ന് അവർക്ക് ഓണം കഴിഞ്ഞാല് പറ്റും, പക്ഷെ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാല് നമുക്ക് അത്രയും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. ഉത്രാടല്ലേ, നമുക്ക് അടുത്തോലും ഉണ്ടാവുമല്ലോ. അതെ അതെ. എന്തായാലും ഇപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചത് ഇന്നിപ്പോ ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു വരാം. മോർണിംഗ് 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 6:30 ആയപ്പോ വർക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഏകദേശം വർക്ക് തീരാറായിട്ടുണ്ടാവില്ല. ഓൾമോസ്റ്റ് തീർന്നുണ്ടാവും. ഒരു 6:30 കണ്ട് തുടങ്ങിയ അവര് ഞാൻ എണീറ്റപ്പോ വിളിച്ചപ്പോ അവർ ഓൾറെഡി അവരെത്തി തുടങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആകെ എനിക്ക് തോന്നുന്നു 200-190 മീറ്റർ ഏകദേശം 10:30 ആയി. 10:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ റോട്ടിൽ നല്ല കുഴി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമ്മള് ഇന്ന് ആ ഒരു സൈറ്റിലെ വർക്കും കംപ്ലീറ്റ് ചെയ്യും. സൈറ്റ് ചെന്നിട്ട് അവിടെ കാണിച്ചുതരാം എന്താണ് സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുതരാം. അപ്പോൾ ഇന്നും നമ്മൾ ഇൻട്രോ ഇടാറ് സൈറ്റിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഇന്ന് കാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, നമ്മളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നോട്ടിഫിക്കേഷനും കൂടെ അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങൾ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ ഗുരുവായൂർ സൈറ്റിൽ നമുക്ക് ഓർമ്മിക്കണം. ഓക്കെ. ഇന്ന് നമുക്ക് 2 സൈറ്റും കൂടി ഉണ്ട്. മാക്സിമം ഞങ്ങൾ നേരത്തെ തിരിച്ച് നാട്ടിലെത്താനുള്ള പരിപാടിയിലാണ്. ഇനിവേ അതിൻ്റെ ഇടയ്ക്ക് 2 സൈറ്റും കൂടി ഉണ്ട്. കാര്യം മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഓണം കഴിഞ്ഞ് വെക്കേഷനായിട്ട് മിക്കവാറും പല സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് പോകുന്നതാണ്. മിക്കവയ്ക്ക് തോന്നുന്നു ഇപ്പോൾ റീസെന്റ് ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം 2 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും പല വഴിക്ക് പോകും. ടൂറ് കാര്യങ്ങളായിട്ട് പോകും. 3 പേർക്ക് അർജന്റ് എന്ന് പറഞ്ഞിട്ട് തിരുവോണം കഴിഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ആഴ്ച, അതുകൊണ്ടാണ് ഈ ആഴ്ചത്തെ റഷ്. അതെ, കോഴിക്കോട്ടുള്ള സൈറ്റിലും ഇവിടെ ഇപ്പൊ ഇന്നത്തെ സൈറ്റിലും നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ട പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് സൈഡില് ഗേറ്റിന്റെ കുറച്ചുകൊണ്ടായിരുന്നു നമുക്ക് അത് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട് അവിടെ. മറ്റന്നാ അടുത്ത ആഴ്ചയിൽ നമുക്ക് മലപ്പുറത്ത് വർക്ക് ഉണ്ട് അല്ലെ? മലപ്പുറത്ത് കോട്ടയ്ക്കൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ വരും ഒരു മതിലിന്റെ മുകളിലാണ്. എനിവേ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സൈറ്റിലെ മെറ്റീരിയൽ ഏതാന്നുള്ളതൊക്കെ അവിടെ ചെന്ന് തന്നെ പറഞ്ഞുതരാം. 180 മീറ്റർ അല്ല 200 മീറ്ററിനടുത്തുണ്ട്. 200 മീറ്ററിനടുത്തുണ്ട്. ഒരു ചതുപ്പ് പോലുള്ള സ്ഥലമായിരുന്നു പുള്ളിക്ക്. പെട്ടെന്ന് പുള്ളിയുടെ പ്ലാന്റ് വെക്കാനാണ്. ഇന്നലെ റംബൂട്ടാൻ കുടിച്ചിടാൻ വേണ്ടിട്ട് മാർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ കസ്റ്റമർ ദുബായിലെങ്ങാണ്ടാണ്. പുള്ളിയുടെ റിവ്യൂ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കിട്ടുമോ എന്ന് അറിയില്ല. പുള്ളി സൈറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ആ റിവ്യൂ കൂടെ എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ഫെൻസിങ്ങായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈറ്റിൽ പോയിട്ട് ബാക്കിൽ ഏകദേശം എത്താനായിരിക്കും 2-3 കിലോമീറ്റർ കഴിഞ്ഞ് ഞങ്ങൾക്ക് എത്താനുള്ളൂ. അപ്പോൾ സൈറ്റിലെത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വർക്കും മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് സംബന്ധിച്ച് 2 ദിവസം മുന്നേ 2 ദിവസമല്ല, ഇന്നലെ നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നമ്മൾ ഈ എഡിറ്റ് ചെയ്തിട്ട് കയറ്റുന്നത് മിക്കവാറൊരു ഓണം കഴിഞ്ഞിട്ടായിരിക്കും. എനിവേ, ബാക്കിയുള്ള വിശേഷങ്ങൾ സൈറ്റിലെത്തിയിട്ട് അങ്ങനെ ഏകദേശം എത്താനായി എത്തി. നമുക്ക് വണ്ടി ജസ്റ്റ് സൈഡാക്കുക, ഒപ്പം ചെല്ലുക. ഞാൻ ജസ്റ്റ് സൈറ്റിൻ്റെ ലൊക്കേഷൻ പുതുക്കാട് അടുത്താണ്. ഹൈവേന്ന് ഏകദേശം 1-2 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ അല്ലേ മൊത്തം വരുന്നത്. എന്നാലും സൈറ്റ് എത്തി. ഓൾമോസ്റ്റ് 2 സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡുകളിൽ ആവുന്നേ ഉള്ളൂ. പകുതി ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പുറത്തുനിന്ന് തന്നെ കാണുന്നുണ്ട്. എന്തായാലും കാണിച്ചിടാം. ഈ കാണുന്ന നമ്മുടെ സൈറ്റ്. ഓക്കെ. ഏകദേശം ഒരു പോർഷൻ, അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങനെ കറങ്ങി വന്ന് അതുവരെ GA വയർ വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ? കഴിഞ്ഞിട്ടല്ലേ? വയറും കെട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കയറാൻ പറ്റുന്നുണ്ടാവില്ല. ഉള്ളിലൂടെ തന്നെ പോകേണ്ടി വരും. വണ്ടി അവിടെ ഉണ്ടല്ലോ.
സൈറ്റിൽ വന്നായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉൾഭാഗത്താണ് ഇപ്പോൾ വർക്കേഴ്സ്, ഈ ഭാഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ കസ്റ്റമർ വന്നു. അപ്പോൾ ശ്രുതിലെ കസ്റ്റമറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുറേ കൺസേൺസ് ഉണ്ട്, അതായത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫുൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു പകുതി ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി പകുതിയും കൂടി, ഒരു 2 മണിക്കൂറും കൂടി ഏകദേശം പകുതി മുക്കാൽ ഭാഗം ഏകദേശം ചെയ്യാൻ വേറെ കെട്ടി. ഇനി ഒരൊറ്റ ലെങ്ത്താണ് കെട്ടുള്ളത്, അത് നമുക്ക് പെട്ടെന്ന് കെട്ടി തീർക്കാൻ കഴിയും. അതാണ് വേറെ പ്രത്യേകത. ഈ കാണുന്നതാണ് ഫെൻസിങ്ങിനുള്ള മെയിൻ ടൂള്. അതായത് ഇത് പ്രത്യേകം കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് വേണമെച്ചാൽ ഹോൾ കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിഗ്ഗർ ഉപയോഗിക്കാം. പക്ഷേ ഡിഗ്ഗറിനുള്ള പ്രത്യേകത അറിയുന്നത്, ഈ മരത്തിൻ്റെ വേര് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരത്തിൻ്റെ വേര് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കുത്തുന്നതിൻ്റെ 2 ഇരട്ടി ടൈം എടുക്കും. അപ്പോൾ നമ്മളെന്തായാലും ആ രീതിയിൽ ആയതുകൊണ്ടാണ് ഈ ഡിഗ്ഗർ ഉപയോഗിക്കാത്തത്. നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ അതെല്ലായിടത്തും പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. ചില ഭാഗങ്ങളിൽ ലൂസായിട്ടുള്ള മണ്ണായിരിക്കും, ചിലയിടത്ത് നല്ല ഹാർഡായിട്ടുള്ള മണ്ണായിരിക്കും. ഹാർഡാണെങ്കിൽ നമുക്കൊരു പരിധി കൂടുതൽ ഡിഗ്ഗർ വെച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ടിട്ടുള്ള അവിടെ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു ടൂൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ നമുക്ക് ഫെൻസിങ് ചെയ്യാൻ മറ്റൊരു ടൂളാണ് സ്ട്രെച്ച് ചെയ്യാനൊരു, ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ വലിക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു സ്ട്രെച്ചിങ്ങിനുള്ളൊരു, പിന്നെ ഹാൻഡ് വിഞ്ച് പുളർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കണക്ട് ചെയ്ത് നമ്മൾ വേറെ സപ്പോർട്ടിലേക്ക് കയറ് കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, ഇപ്പോൾ ഇവിടെ കാണുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പോരാത്തതിന് കെട്ടി വരുമ്പോഴേക്ക് മാനുവലി ഇവർ വലിക്കുന്നതിനേക്കാൾ 2 ഇരട്ടി ടൈം എടുക്കും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. പക്ഷേ നമ്മൾ നല്ല ഒരു 8 ഗേജിൻ്റെ 10 ഗേജിൻ്റെ ചെയിനിലേക്ക് 2 ഇഞ്ചിലൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം, എന്നാലേ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതാണ്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ടൂള്. പിന്നെ അധികം ഈ ഫെൻസിങ്ങിന് വേറെ ടൂൾസ് കാര്യങ്ങളൊന്നും വേണ്ട. മെയിനായിട്ട് വരുന്നത് ഈ ഒരു കമ്പി, നമ്മുടെ പാര, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ കാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടാനുള്ള കാട് വെട്ടുന്ന മെഷീനുണ്ട്. അതുപോലെ ചെറിയ മരങ്ങളുടെ കട്ട് ചെയ്യാനുള്ള ചെയിൻസോ, എനിക്ക് തോന്നുന്നു മരം വെട്ടുന്ന മെഷീനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു ഫെൻസിങ്ങിന് വരുന്ന ടൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ വർക്ക് ചെയ്തതിന് സാറിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ, അതായത് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ല ശരിക്കും. അവരെങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് തരും നമുക്ക്. അപ്പോൾ അതിന് ടൈമും കൂടുതലെടുക്കും. ഞാൻ ഗൾഫിലുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ, യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽ നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ റെസ്പോൺസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് വന്ന് നോക്കി. അന്ന് വൈകുന്നേരം തന്നെ കൊട്ടേഷൻ തന്നു. പിറ്റേ ദിവസം നമ്മൾ വർക്ക് തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു തടസ്സം കാരണം നടന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. പക്ഷെ കോൺക്രീറ്റ് തുറപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ചെയിൻ ലിങ്ക് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ സാർ എന്തെങ്കിലും വേറെ പ്രൊജക്ടുകൾ എന്തെങ്കിലും വരാൻ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ സാർ ഉണ്ടെങ്കിൽ അറിയിക്കാം, എപ്പോഴാഴ്ച അറിയിക്കാം. പ്രോമിസ് തന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം തീർച്ചയായിട്ടും 100%. ഒരു സാർ ഇനി പുറത്താണെങ്കിലും വിളിച്ചാൽ ഞങ്ങൾ ഒന്ന് റെഡി ആയിക്കോളാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് സാറിൻ്റെ ഈ വീഡിയോ അടക്കം നമ്മുടെ യൂട്യൂബിലും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ അങ്ങനെ ഇന്ന് ഏകദേശം 12:30 ആയപ്പോഴേക്ക് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് മടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെ ഇന്നത്തെ ഇനിയിപ്പോ ഓണം 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു. ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് പിന്നെ എല്ലാവർക്കും ഒന്നുമില്ല, ഇന്നവർക്കെന്നല്ല, എല്ലാം ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് ടൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നും പുതിയ സ്ഥലങ്ങളിലായിട്ടാണ്, വേറെ സ്ഥലങ്ങളിൽ കുറച്ച് ദൂരെയാണ്, ലോങ് സൈഡ്സ് ആണ്. എന്തായാലും കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.